സൃഷ്ടിയുടെ ആദ്യകാലത്ത് മഹാലക്ഷ്മിയോടൊപ്പം തന്നെ മഹാവിഷ്ണുവിൻ്റെ ഭാര്യമാരായിരുന്നു സരസ്വതിയും ഗംഗയും. എന്നാൽ വിഷ്ണുവിന് ഒരൽപ്പം ഇഷ്ടം കൂടുതൽ അത് ഗംഗയോട് ആവുന്നു എന്ന് ചിന്ത ലക്ഷ്മി ദേവിക്കും സരസ്വതി ദേവിക്കും ഉടലെടുത്തു. അവരിരുവരും ഗംഗയെയും വിഷ്ണുവിനെയും ശ്രദ്ധിച്ചു. അതിലൂടെ അത് തങ്ങളുടെ സംശയം മാത്രമല്ല എന്ന് ഇരുവർക്കും മനസ്സിലായി. കോപാകുലയായ ലക്ഷ്മി താനാണ് നാരായണപ്രിയ എന്ന് ധരിച്ചിരുന്നത്. അങ്ങനെയല്ല എന്നറിഞ്ഞതോടുകൂടി അവൾ സരസ്വതിയോടും ഇടയാൻ കാരണമായി. തമ്മിൽ തർക്കമായി തീർന്നു. ഒടുക്കം ലക്ഷ്മി സരസ്വതിയെ ശപിക്കുന്നു. നീ ഭൂലോകത്തൊരു നദിയായി മാറട്ടെ എന്നതായിരുന്നു ആ ഉഗ്രശാപം. ശാപം കേട്ട് കോപിഷ്ഠയായ സരസ്വതിയാവട്ടെ ലക്ഷ്മിയെ ഒരു മറുശാപം നൽകി. ഞാൻ നദിയാകാൻ ശപിച്ച നീ ഭൂലോകത്തൊരു വൃക്ഷമായി മാറും എന്നതായിരുന്നു സരസ്വതി ദേവിയുടെ ശാപം. ഇരുവരും പരസ്പരം തർക്കിക്കുന്നത് കണ്ടും ശാപവാക്കുകൾ പറയുന്നത് കേട്ടും ഗംഗ മാറി നിന്ന് ചിരിച്ചു. ഗംഗ ചിരിക്കുന്ന കണ്ടപ്പോൾ സരസ്വതി അവളെയും ശപിച്ചു. നീയും ഒരു നദിയായി മാറട്ടെ എന്നതായിരുന്നു അവളോടുള്ള സരസ്വതിയുടെ ശാപം. അങ്ങനെ ശാപകോലാഹലങ്ങൾ എല്ലാം തന്നെ കഴിഞ്ഞു. വിഷ്ണു എല്ലാവർക്കും മുൻപിൽ വന്നെത്തി. വിഷമിതയായി നിൽക്കുന്ന ലക്ഷ്മിയോട് നാരായണൻ പറഞ്ഞു, പ്രിയേ, നീ ഭൂമിയിൽ ധർമ്മധ്വജൻ എന്ന രാജാവിൻ്റെ പുത്രിയായി തുളസി എന്ന നാമത്തിൽ അവതരിക്കും. നിന്നിൽ നിന്നും തുളസി എന്ന ചെടി ഉണ്ടാകും. കൂടാതെ ഗംഗയും സരസ്വതിയും ഭൂമിയിൽ പുണ്യനദികളെന്ന് അറിയപ്പെടും. അങ്ങനെ ശാപങ്ങളെല്ലാം തന്നെ ലഭിച്ചു. ഗംഗയും സരസ്വതിയും നദികളായി മാറി. ലക്ഷ്മിയാകട്ടെ ധർമ്മധ്വജന്റെ പുത്രിയായി തുളസിയാവുകയും ചെയ്തു. ധർമ്മധ്വജന്റെ സഹോദരനാകുന്നു കുശധ്വജൻ. അദ്ദേഹത്തിൻ്റെ ഭാര്യയാകുന്നു മാലാവതി. ആ ദമ്പതികൾക്കൊരു പെൺകുഞ്ഞ് പിറന്നു. അവൾക്ക് കുശധ്വജൻ വേദവതി എന്ന് നാമകരണം ചെയ്തു. അവൾ ജനിച്ചതിൽ പിന്നെ കുശധ്വജന്റെ ഐശ്വര്യം വർദ്ധിച്ചു. അങ്ങനെ കാലങ്ങൾ കടന്നു. അവളൊരു കൗമാരവതിയായി തീർന്നു. സർവം തികഞ്ഞവളായിരുന്നു ആ രാജകുമാരി. അവൾ പോരാതെ ഒരു വിഷ്ണുഭക്ത കൂടി ആയിരുന്നു. അവൾ വിഷ്ണുവിനെ വരിക്കുവാൻ ആഗ്രഹിച്ചു. അങ്ങനെ കഴിയവേ അവൾ കഠിനമായ തപസ്സിൽ ഏർപ്പെട്ടു, വിഷ്ണുവിനെ ഭർത്താവായി ലഭിക്കുവാൻ. കൊടുങ്കാട്ടിൽ ഏകയായി തപസ് ചെയ്ത അവളെ രാക്ഷസ രാജാവാകുന്ന രാവണൻ ആകാശമാർഗെ തൻ്റെ പുഷ്പക വിമാനത്തിൽ യാത്ര ചെയ്യവേ കൊടുങ്കാട്ടിൽ ഏകയായി തപസ് ചെയ്യുന്ന വേദവതിയെ കാണുവാൻ ഇടയായി. സുന്ദരിയായ അവളെ കണ്ട അയാൾ അവളിൽ കാമമോഹിതനാകുന്നു. അതേ തുടർന്ന് പ്രണയാഭ്യർത്ഥന നടത്തുന്നു. രാവണന്റെ ആവശ്യം നിരസിച്ച വേദവതിയെ അയാൾ കടന്നു പിടിക്കുന്നു, ബലാത്സംഗം ചെയ്യുന്നു. അതിശക്തനായ ആ രാക്ഷസനെ ഒന്ന് തടയുവാൻ അവൾക്ക് കഴിഞ്ഞില്ല. ചവിട്ടി അരയ്ക്കപ്പെട്ടു. കോപവതിയായ വേദവതി അയാളോട് ഇപ്രകാരം പറഞ്ഞു, നാരായണനെ ഭർത്താവായി ലഭിക്കുവാനാകുന്നു ഞാൻ ഇന്നിവിടെ തപസ് ചെയ്തത്. ദുഷ്ടനായ രാവണ, നിന്റെ അന്ത്യം ആ വിഷ്ണുവിനാൽ തന്നെയാകും. അതിന് നിമിത്തം നാമാകും. ഞാൻ നിന്റെ വധം ലക്ഷ്യമാക്കി പുനർജനിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആത്മഹൂതി ചെയ്യുവാൻ അവൾ സ്വയം ചിതയൊരുക്കി. അവൾ അതിൽ പ്രവേശിച്ചു. അങ്ങനെ വേദവതി എന്ന ആ ജന്മം അവൾ അവസാനിപ്പിച്ചു. ഈ വേദവതിയാകുന്നു പിന്നീട് മായാസീതയായി പിറന്നത്. അതായത് രാവണൻ തട്ടിക്കൊണ്ടുപോയതും അഗ്നിപരീക്ഷയെ നേരിട്ടതും എല്ലാമായിട്ടുള്ള സീതാദേവി, അതായത് മായാസീത. മായാസീതയായി പിറന്നുകൊണ്ട് രാവണവധത്തിന് കാരണമായി അവൾ.